പരവൂർ ദുരന്തം രണ്ടാം കരാറുകാരൻ എവിടെ? തീർച്ചയായും വാർത്തയിലേക്ക്. വെടിക്കെട്ടിനുള്ള രാത്രി നിരോധനം നീക്കണമെന്നാവശ്യപ്പെട്ട് ഉള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ കൂടി പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിന്റെ പുതിയ ചിത്രങ്ങൾ പുറത്തേക്കെത്തുന്നു. വെടിക്കെട്ടിനുള്ള തീർച്ചയായും രണ്ടാം കരാറുകാരനായ കൃഷ്ണൻകുട്ടിയെ കാണാനില്ല എന്ന വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയതായി നൽകേണ്ടത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് തൃശ്ശൂർ പൂരത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം. വെടിക്കെട്ടിനുള്ള രാത്രി നിരോധനം നീക്കണമെന്നാവശ്യപ്പെട്ട് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കും. ഇരു ദേവസ്വങ്ങളും കേസിൽ കക്ഷി ചേരും. അപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. വിവരങ്ങളുമായി ദിൽജിത്ത് ചേരുന്നു. ദിൽജിത്ത്, കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ആഘോഷമാണ് തൃശ്ശൂർ പൂരം. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ പുരോഗതികൾ. അജിംഷാദ്, തീർച്ചയായും ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ ദേവസ്വം ഭാരവാഹികൾ, തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ അടിയന്തര യോഗം ചേർന്ന് ഒരു പ്രമേയം പാസാക്കിയിരുന്നു. ഈ പ്രമേയത്തിൽ നിലവിൽ ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ഉത്തരവുകളും പരാമർശങ്ങളും നിലവിൽ പൂരത്തിന്റെ നടത്തിപ്പിനെ സാരമായി ബാധിക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പൂരം നടത്താനാകുമോ, ശരിയായ രീതിയിൽ നടത്താനാകുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് വേണ്ടത്ര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പൂരം ചടങ്ങുകൾ മാത്രമായി ഒതുക്കേണ്ട കാര്യം ഒതുക്കാൻ തങ്ങൾ നിർബന്ധിതരാകും എന്ന് ഇന്നലെ അവരുടെ പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളാണ് പ്രധാനമായും തൃശ്ശൂർ പൂരത്തിന്റെ സംഘാടകരായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ദേവസ്വം സുപ്രീം കോടതിയിൽ നിന്ന് ഇവർക്ക് അനുകൂലമായി ലഭിച്ചിട്ടുള്ള ഉത്തരവിന്റെ കോപ്പി കൂടി ഹൈക്കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് കേസിൽ കക്ഷി ചേരാനുള്ള ഒരു അനുമതിക്കായി ഇന്ന് ഹൈക്കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 2005 ഇത്തരത്തിൽ വെടിക്കെട്ട് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്ന വിധിക്ക് ഇളവ് ലഭിക്കണമെന്നാവശ്യപ്പെട്ട് 2007 ഈ ഉത്സവ കമ്മിറ്റി, കേരളത്തിലെ ഉത്സവ കമ്മിറ്റികൾ സംയുക്തമായി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഒരു അപേക്ഷയിൽ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലുള്ള വെടിക്കെട്ടുകൾക്ക് സുപ്രീം കോടതി ഇളവ് ലഭ്യമാക്കിയിരുന്നു എന്നാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ആ ഒരു ഉത്തരവിന്റെ പകർപ്പ് കൂടി ഹാജരാക്കിക്കൊണ്ടാകും ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസിൽ കക്ഷി ചേരാനുള്ള അപേക്ഷ സമർപ്പിക്കുക. ഏതായാലും ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന്റെ മറ്റ് ഘടകപൂരങ്ങൾ, 8ഓളം ഘടകപൂരങ്ങൾ കൂടി തൃശ്ശൂർ പൂരത്തിലുണ്ട്. ഈ ഘടകപൂരങ്ങളുടെ സംയുക്ത യോഗവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവർ കൂടി കേസിൽ കക്ഷി ചേരുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. തീർച്ചയായും തുടർന്നുള്ള വിവരങ്ങൾക്ക് ദിൽജിത്തിനെ ബന്ധപ്പെടുകയും ചെയ്യാം. ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം പരവൂർ വെടിക്കെട്ടിലെ രണ്ടാമത്തെ കരാറുകാരൻ കൃഷ്ണൻകുട്ടി എവിടെ എന്നതിൽ ദുരൂഹത. കരാറുകാരൻ കൃഷ്ണൻകുട്ടി മരിച്ചു എന്നാണ് അപകടത്തിന് ശേഷം പോലീസ് ആദ്യം നൽകിയിരുന്ന വിവരം. എന്നാൽ ഇപ്പോൾ കൃഷ്ണൻകുട്ടിയെപ്പറ്റി വിവരമില്ലെന്നാണ് പോലീസിന്റെ ഭാഷ്യം. അപകട ദിവസം പുലർച്ചെ കൃഷ്ണൻകുട്ടിയെ വർക്കലയിൽ കണ്ടതായും നാട്ടുകാർ പറയുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും സിബി ചേരുകയാണ്. സിബി, നിർണായകമാണ്. രണ്ടാം കരാറുകാരനായ കൃഷ്ണൻകുട്ടിയിൽ നിന്നും മൊഴിയെടുക്കേണ്ടതടക്കമുള്ള നിർണായകമായ സംഭവവികാസങ്ങൾ പുരോഗമിക്കേണ്ടതുണ്ട്. ഇതിന്റെ ദുരൂഹത മാറാൻ ഈ ഘട്ടത്തിലാണ് ഇദ്ദേഹത്തെ കാണാനില്ല എന്ന ദുരൂഹത വർദ്ധിക്കുന്നത്. ഏതൊക്കെ തരത്തിലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? അജിൻഷാദ്, തീർച്ചയായും പരവൂർ വെടിക്കെട്ടിൽ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു ദുരൂഹതയാണ് ഇപ്പോൾ മറന്നേക്ക് പുറത്തു വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കരാറുകാരനായ കൃഷ്ണൻകുട്ടി എവിടെ എന്ന ചോദ്യമാണ് ഇപ്പോൾ എല്ലാവരും ഉയർത്തി ചോദിക്കുന്നത്. കാരണം ഈ പരവൂർ നടന്നത് ഒരു മത്സര കമ്പമല്ല എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പീപ്പിൾ TV ഇത് മത്സര കമ്പമാണെന്ന് ആദ്യം തന്നെ പുറത്തു വന്നിരുന്നു. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകുകയും ചെയ്തിരുന്നു. കാരണം ഈ പരവൂർ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടവും പോലീസും സംസ്ഥാന സർക്കാരും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നതിനിടെയാണ് ഇപ്പോൾ ഈ രണ്ടാമത്തെ കരാറുകാരൻ കൃഷ്ണൻകുട്ടി എവിടെ എന്ന ചോദ്യം ഉയർന്നിരിക്കുന്നത്. ഈ വർക്കല സ്വദേശിയായ കൃഷ്ണൻകുട്ടി ആശാൻ എന്ന് പറയപ്പെടുന്ന കമ്പക്കാരൻ, അദ്ദേഹം കൊല്ലം ആശുപത്രിയിൽ, അതായത് കൊട്ടിയം ആശുപത്രിയിൽ മരിച്ചതായാണ് വിവരം. ഇത് കൊല്ലത്തിലെ കൊല്ലം ജില്ലാ ആശുപത്രി ഇയാൾ മരിച്ചതായി സ്ഥിരീകരിക്കുകയും ഇയാളുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയതായും രേഖകളുണ്ട്. എന്നാൽ ഇദ്ദേഹം മരിച്ചതായിട്ടുള്ള റിപ്പോർട്ട് പോലീസ് പുറത്തു വിടുന്നില്ല. പോലീസ് ഈ കാര്യത്തിൽ ഇയാളെ കാണാനില്ല എന്നുള്ള രീതിയിലാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, ഈ വർക്കല സ്വദേശിയായ കൃഷ്ണൻകുട്ടിയെ ഈ അപകടം നടന്ന ദിവസം അന്ന് രാവിലെ കൃഷ്ണൻകുട്ടിയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ അനാർക്കലിയെയും സമീപവാസികൾ കണ്ടതായും പറയപ്പെടുന്നു. ഈ ഒരു സാഹചര്യം
സാഹചര്യത്തിലാണ് ആ ദുരൂഹത ഏറുന്നത്. ഈ വർക്കല സ്വദേശിയായ രണ്ടാം കരാറുകാരൻ കൃഷ്ണൻകുട്ടി ഇപ്പോൾ എവിടെ? അദ്ദേഹം മരിച്ചു കാണുമോ അതോ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഇന്നലെ ഒരു കരാറുകാരൻ സുരേന്ദ്രനും അദ്ദേഹത്തിൻ്റെ സഹായിയും മരിച്ചതായി സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ കൃഷ്ണൻകുട്ടി എന്ന കരാറുകാരൻ മരിച്ചതായി സ്ഥിരീകരണമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്തയ്ക്ക് പ്രസക്തി. അതായത് സിബി അതായത് പരവൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ ഉള്ളതിനപ്പുറത്തേക്ക് ചില ദുരൂഹതയുടെ അംശങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, മത്സരക്കമ്പമായിരുന്നില്ല ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. പോലീസിന്റെയും ഒക്കെ വെട്ടിച്ചുകൊണ്ട് അതിരുവിട്ട മത്സരക്കമ്പത്തിലേക്ക് പോയതായുള്ള സൂചന. അത് ആരുടെ തലയിലാണ് അതിന്റെ ഉത്തരവാദിത്വം? ഇത്തരത്തിലുള്ളത് അടക്കം എന്തൊക്കെ എക്സ്പ്ലോസീവ് ആണ് അതിനകത്ത് ഉപയോഗിച്ചത് എന്ന് നിരോധിക്കപ്പെട്ട അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇതൊക്കെയായി ദുരൂഹതകൾ പടരുകയാണ്. ഈ ഘട്ടത്തിലാണ് കൃഷ്ണൻകുട്ടിയുടെ തിരോധാനം എന്നുള്ളത് വളരെ ഗൗരവമായ വിഷയമാണ്. ഒന്ന്. രണ്ട്, സുരേന്ദ്രൻ അടക്കം മറ്റു 2 കരാറുകാരും മരിച്ചിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ട് സുരേന്ദ്രന് അപകടം പറ്റിയില്ല? ആദ്യഘട്ടത്തിൽ മരിച്ചു എന്ന് പറഞ്ഞ സുരേന്ദ്രൻ പിന്നെ വീടിനടുത്ത് കണ്ടു എന്ന് പറയുന്നു, വീട്ടിലെത്തി എന്ന് പറയുന്നു, വർക്കല ജംഗ്ഷനിൽ കണ്ടതായി നാട്ടുകാരുടെ മൊഴിയുണ്ട്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ദുരൂഹതയുടെ ആഘാതം വർദ്ധിക്കുകയാണോ? കേസ് അന്വേഷണത്തെ ഇത് ഏത് തരത്തിൽ ബാധിക്കും നിലവിലത്തെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ? സിബി, തീർച്ചയായും അത് തന്നെയാണ് അജിൻഷാദ്. കാരണം ഈ പരവൂർ വെടിക്കെട്ടിൽ നടന്നത് ഒരു മത്സരക്കമ്പം തന്നെയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഈ മത്സരക്കമ്പമല്ല അവിടെ നടന്നതെന്ന് വരുത്തി തീർക്കാണ് ക്ഷേത്ര ഭരണസമിതികൾ അവർ ആദ്യം മുതലേ തന്നെ അവർ ഇത് എടുത്തിരുന്നത്. എന്നാൽ ഇത് പോലീസിനെയും ജില്ലാ ഭരണകൂടത്തെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു മത്സരക്കമ്പം നടത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ ഇതിൽ ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്നത് താൻ നേരത്തെ തന്നെ അനുമതി നിഷേധിച്ചിരുന്നു, അവിടെ നടന്നത് മത്സരക്കമ്പം തന്നെയാണെന്ന് തനിക്ക് അറിയാമായിരുന്നു എന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ പോലീസിന്റെ മൗന അനുവാദത്തോടു കൂടി രാഷ്ട്രീയമായ ഒരു കൈകടത്തലും ഇതിലുണ്ടെന്ന ദുരൂഹതയും ഉയരുന്നുണ്ട്. പീപ്പിൾ ടി വിനെ മുൻ MP ആയ പീതാംബരക്കുറുപ്പിന്റെ കൈകടത്തൽ സംബന്ധിച്ച് പീപ്പിൾ ടി വിനെ അനൗൺസ്മെന്റ് ഉൾപ്പെടെയുള്ളവ പുറത്തുവിട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇതിന് ദുരൂഹത ഏറിയാണ്. ഇപ്പോൾ കൃഷ്ണൻകുട്ടി, രണ്ടാം കരാറുകാരൻ കൃഷ്ണൻകുട്ടിയെ കാണാതാവുന്നതോടെ, ഇയാൾ മരിച്ചെന്നൊരു സ്ഥിരീകരണം ഇല്ലാതാവുന്നതോടെ ഇയാളെ കാണാനില്ലെന്ന് പോലീസ് തന്നെ പറയുന്ന സാഹചര്യത്തിൽ കൃഷ്ണൻകുട്ടി എവിടെ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. മാത്രമല്ല കൃഷ്ണൻകുട്ടിയുടെ വർക്കലയിലെ ബന്ധുക്കൾ തന്നെ പോലീസുമായി സഹകരിക്കുന്നില്ല. ഇവർ ഈ വീട്ടിൽ നിന്നും സമീപ പ്രദേശത്തു നിന്നും മാറി നിൽക്കുന്നതായാണ് സൂചന. കൃഷ്ണൻകുട്ടിയുടെ മൊബൈൽ ഫോൺ ഒരു അടുത്ത ബന്ധുവിന് കൊടുത്തതായും സൂചനയുണ്ട്. ഇതെല്ലാം സ്ഥിരീകരണമില്ലെങ്കിൽ പോലും കൃഷ്ണൻകുട്ടി എവിടെ എന്ന ചോദ്യത്തിന് ഇപ്പോഴും വളരെ പ്രസക്തിയുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ദുരൂഹത ഏറുന്നതും. മാത്രമല്ല ഇത് മത്സരക്കമ്പമായിരുന്നതിനോട് തന്നെ നിരവധി കരാറുള്ളതായി തന്നെ ഈ രേഖകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു മത്സരക്കമ്പം തന്നെയാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. എങ്കിലും ഇതിൽ ഒരു അട്ടിമറി ഉണ്ടായിരുന്നു എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അജിൻഷാദ്. പ്രത്യേകിച്ച് കളക്ടറും പോലീസും ഒക്കെ തമ്മിലുള്ള ഭിന്നത ഇതുമായി ബന്ധപ്പെട്ട് പുറത്തെത്തി കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ കൂടിയാണ് കൃഷ്ണൻകുട്ടിയുടെ തിരോധാനം അല്ലെങ്കിൽ കൃഷ്ണൻകുട്ടിയെ കാണാനില്ല എന്നത് പ്രസക്തമാകുന്നത് എന്ന് സിബി നേരത്തെ തന്നെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ DNA പരിശോധന ഇപ്പോൾ നടത്താനിരിക്കുകയാണ്. DNA പരിശോധനയിൽ കൃഷ്ണൻകുട്ടിയുടെ ബന്ധുക്കളിൽ നിന്നും DNA സാമ്പിളുകൾ പരിശോധിക്കാനായി പോലീസ് എടുത്തിട്ടുണ്ടോ? പോലീസ് ആദ്യം നൽകിയ വിവരത്തിൽ നിന്നും വ്യത്യസ്തമായി കൃഷ്ണൻകുട്ടിയെ കണ്ടു എന്ന വിവരങ്ങൾ നാട്ടുകാരിൽ നിന്ന് വരുന്ന സാഹചര്യത്തിൽ ഇതിൽ ദുരൂഹത നീക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കൃഷ്ണൻകുട്ടിയുടെ മൊഴി നിർണായകമാണെന്നിരിക്കെ പോലീസ് അത്തരം നടപടികളിലേക്ക് പോയിട്ടുണ്ടോ? പോലീസിന്റെ വീഴ്ച ആദ്യം മുതൽ തന്നെ എടുത്തുകാട്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഇതുകൂടി ചേർക്കുമ്പോൾ സിബി. അജിൻഷാദ്, ഈ വെടിക്കെട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് തിരിച്ചറിയാത്ത 13 മൃതദേഹങ്ങൾ ഇപ്പോഴുമുണ്ട്. ഇതിൻ്റെ DNA ടെസ്റ്റിലൂടെയാണ് ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു നടപടി സ്വീകരിക്കുന്നത്. ഇന്ന് DNA ടെസ്റ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റിലൂടെ ഈ മരിച്ചവരെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഇന്നുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം വർക്കലയിൽ ഈ കൃഷ്ണൻകുട്ടിയുടെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ നിരവധി സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതായും സൂചനയുണ്ട്. ഏകദേശം 5 കിലോ കരിമരുന്നും അലുമിനിയം പൊടിയും എല്ലാം പിടിച്ചെടുത്തതായാണ് കഴിഞ്ഞ ദിവസം അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു വലിയ ദുരൂഹത ബാക്കി നിൽക്കുകയാണ് അജിൻഷാദ്. മാത്രമല്ല ഇന്ന് DNA ടെസ്റ്റ് നടത്തുന്നതിലൂടെ തന്നെ ഇന്ന് മരിച്ചവരിൽ തിരിച്ചറിയാത്തവരുടെ മൃതദേഹങ്ങളിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയുമെന്ന് തന്നെയാണ് ഇന്ന്. അതാണ് സിബി, ഇന്ന് ഉള്ള DNA പരിശോധനയിൽ കൃഷ്ണൻകുട്ടിയുടെ ബന്ധുക്കളിൽ നിന്നും സാമ്പിളുകൾ എടുത്തിട്ടുണ്ടോ? അത്തരം വിവരങ്ങൾ പുറത്തെത്തുന്നുണ്ടോ സിബി?
അത്തരം വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നില്ല. കാരണം കൃഷ്ണൻകുട്ടിയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു ദുരൂഹത, അതായത് കൃഷ്ണൻകുട്ടി എവിടെ എന്ന കാര്യത്തിൽ ഇപ്പോഴും പോലീസുകാരോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടമോ വ്യക്തമായ ഒരു കാര്യം പുറത്തു പറയുന്നില്ല എന്നുള്ളതാണ് വലിയൊരു സത്യം. ഇത് മാധ്യമങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടത്, കൃഷ്ണൻകുട്ടി എവിടെ എന്നൊരു ചോദ്യം. എന്നാൽ പോലീസുകാർ ഈ കാര്യത്തിൽ കൃഷ്ണൻകുട്ടിയെ സംബന്ധിച്ച് യാതൊരുവിധ അറിവുമില്ല എന്ന രീതിയിലാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ DNA ടെസ്റ്റിൽ കൃഷ്ണൻകുട്ടി എന്ന ഒരാളിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു DNA ടെസ്റ്റ് അല്ല പോലീസ് നടത്തുന്നത്. ഇത് വെറും ഒരു മൃതദേഹം തിരിച്ചറിയാവുന്ന ഒരു പ്രക്രിയ പോലെ തന്നെയാണ് പോകുന്നത്. എന്നാൽ പ്രത്യേകിച്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രക്രിയയല്ല. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വന്നപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞത് തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ DNA ടെസ്റ്റിലൂടെ തിരിച്ചറിയേണ്ടതുണ്ട്. അത് കാരണം കൊല്ലം ജില്ലയിൽ നടക്കുന്ന ഈ ഒരു ക്ഷേത്രത്തിലേക്ക് അന്യ ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുകൂടെ നിരവധി പേർ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു അട്ടിമറി ഉണ്ടോ എന്നൊരു സംശയം പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചതുപോലെയായിരുന്നു അന്ന് പ്രധാനമന്ത്രി പറഞ്ഞത്. കാരണം തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി DNA ടെസ്റ്റ് നടത്തണം എന്ന് പ്രധാനമന്ത്രി അന്ന് ഊന്നി പറയുകയോടെ ചെയ്തിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കമുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അജിൻഷാദ്. അതായത് പൊട്ടാഷ്യം നൈട്രേറ്റ് അടക്കം നിരോധിതമായ അല്ലെങ്കിൽ ഒരളവിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത പല രാസവസ്തുക്കളും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിരവധി കാറുകൾ സമീപ പ്രദേശങ്ങളിലുള്ള മൈതാനങ്ങളിൽ നിന്നൊക്കെ നിരവധി വസ്തുക്കളിൽ നിന്നൊക്കെ നിരവധി കാറുകളിൽ നിറച്ച സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി. നേരത്തെ സിബി തന്നെ സൂചിപ്പിച്ചതുപോലെ കരാറുകാരുടെ വീടുകളിൽ നടത്തിയ റെയ്ഡിൽ നിരവധി സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി. ഇതിൻ്റെയൊക്കെ സ്രോതസ് എവിടെയെന്ന് അന്വേഷിക്കേണ്ടത് ഗൗരവമായ മറ്റു ചില കാര്യങ്ങളിലേക്ക് കൂടി വഴി തുറക്കുന്നതാണ്. കേവലം പരവൂർ വെടിക്കെട്ട് ദുരന്തം എന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ പിന്നിലുള്ള സ്ഫോടകങ്ങളുടെ സോഴ്സ് എവിടെ, ഇതൊക്കെ അറിയാൻ കരാറുകാരൻ മൊഴി വളരെ നിർണായകമാണെന്നിരിക്കെയാണ് കൃഷ്ണൻകുട്ടിയെ കാണാനില്ല എന്ന വാർത്തകൾ പരക്കുന്നത്. ഒപ്പം കൃഷ്ണൻകുട്ടിയെ കണ്ടു എന്ന വിവരം കൂടി എടുക്കുന്നു. എത്രത്തോളം പ്രാധാന്യം കൃഷ്ണൻകുട്ടിയെ കണ്ടെത്തുന്നതിൽ പോലീസ് നൽകിയിട്ടുണ്ട്? കൃഷ്ണൻകുട്ടിയുമായി ബന്ധപ്പെട്ട വിവരം, രണ്ടാം കരാറുകാരനായ കൃഷ്ണൻകുട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലെ ദുരൂഹത നീക്കാൻ പോലീസ് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു? ഇതിൽ വന്നിട്ടുള്ള വീഴ്ചകൾ നിരീക്ഷകരും അവിടെയുള്ള എക്സ്പേർട്സുകളും പറയുന്നത് ക്രോഡീകരിക്കുമ്പോൾ സിബി, അജിൻഷാദ്, പരവൂർ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ വെടിക്കെട്ടിന് ശേഷവും പിറ്റേ ദിവസം, ഈ വലിയ ദുരന്തം ഉണ്ടായതിനു ശേഷം പിറ്റേ ദിവസം സമീപ പ്രദേശത്തു നിന്നും കാറുകളിൽ നിന്നും മറ്റുമായി വലിയ ഒരു വൻ സ്ഫോടകം അല്ലെങ്കിൽ കരിമരുന്ന് ശേഖരം തന്നെ കണ്ടെത്തിയിരുന്നു. ഇതിൽ നിരോധിക്കപ്പെട്ട പല രാസവസ്തുക്കളും വളരെ ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയിരുന്നു. ഇതുകൊണ്ട് തന്നെ ഇത് അളവിലും കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ഈ കരിമരുന്ന് പ്രയോഗത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം അവിടെ നടന്നത് 4-5 കരാറുകാരുടെ വലിയൊരു മത്സര കമ്പം തന്നെയായിരുന്നു. ഏകദേശം 10 മണിയോടെ തുടങ്ങിയ മത്സര കമ്പം പുലർച്ചെ 2:30 മണിക്കാണ് ഈ അപകടമുണ്ടായത്. ഏകദേശം മണിക്കൂറോളം നീണ്ടു നിന്ന ഒരു കരിമരുന്ന് പ്രയോഗമായിരുന്നു. ഇതിനിടയിൽ ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടായെങ്കിലും ഈ കരിമരുന്ന് പ്രയോഗം നിർത്താൻ ഇവർ തയ്യാറായില്ല. ഇത് മത്സര കമ്പം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, ഒരു വലിയ മത്സരം തന്നെയാണ് നടക്കുന്നത്. ഇത് ഉഗ്ര ശേഷിയുള്ള വലിയ സ്ഫോടക വസ്തുക്കൾ തന്നെയാണ് ഇവിടെ പ്രയോഗിച്ചത് എന്നതിന് വലിയ ഒരു വ്യക്തമായ തെളിവ് തന്നെയുണ്ട്. എന്നാൽ ഈ മത്സരക്കമ്പം നടന്ന് ഏകദേശം 70% പൊട്ടി തീർന്നതിന് ശേഷം ബാക്കി 30% മാത്രം ബാക്കി ഉള്ളപ്പോഴാണ് ഈ സ്ഫോടനം നടന്നതെന്നുള്ളതാണ് വസ്തുത. തീർച്ചയായും വ്യക്തമാണ്. സിബിയാണ് വിവരങ്ങൾ നൽകിയത്. പരവൂർ വെടിക്കെട്ടിലെ രണ്ടാമത്തെ കരാറുകാരൻ കൃഷ്ണൻകുട്ടി എവിടെ, ആരാണ് മത്സരക്കമ്പത്തിലേക്ക് നയിച്ചത്, ആരൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ദുരൂഹതയായിട്ടുള്ളത്, വെടിക്കെട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ടോ നിരോധിതമായ രാസവസ്തു, അങ്ങനെയെങ്കിൽ അതെവിടെ, അങ്ങനെ നിർണായകമായ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ ചോദ്യങ്ങളും ഒക്കെ ദുരൂഹതകളും ഒക്കെ മാറാൻ രണ്ടാം കരാറുകാരൻ കൃഷ്ണൻകുട്ടിയുടെ മൊഴി നിർണായകമാണെന്നിരിക്കെയാണ് കൃഷ്ണൻകുട്ടി ആദ്യം മരിച്ചു എന്ന് പറഞ്ഞ കൃഷ്ണൻകുട്ടിയെ പിന്നീട് പലയിടത്ത് വെച്ച് കണ്ടതായിട്ടുള്ള നാട്ടുകാരുടെ ഭാഷ്യം പുറത്തെത്തുന്നത്. ഇതിനുശേഷം പോലീസും വിവരം തിരുത്തുന്നു. എന്നാൽ കൃഷ്ണൻകുട്ടിയെ കണ്ടെത്താൻ ഇതുവരെ കൃഷ്ണൻകുട്ടിയെക്കുറിച്ചുള്ള ഒരു വിവരം പുറത്തെത്തിക്കാൻ പോലീസിനായിട്ടുമില്ല. ദുരൂഹത വർദ്ധിക്കുകയാണ്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് സിബി ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. ഇപ്പോൾ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് മുഖ്യമന്ത്രി. കേരളത്തിൽ ആദ്യം ശിവകുമാർ ഇവർ 3 പേരെ ഒരു സബ് കമ്മിറ്റിയായിട്ട് ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ ചുമതലപ്പെടുത്തി. അവർ നാളെ രാവിലെ ഈ സംഭവ സ്ഥലത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് സന്ദർശിക്കുകയും സമീപ പ്രദേശത്തെ ജനങ്ങളെയും സമീപവാസികളെയും നേരിട്ട് കണ്ട് പ്രശ്നങ്ങൾ വിലയിരുത്തുകയും ചെയ്യും. തുടർന്ന് ഏറ്റവും വേഗത്തിൽ വിശദമായിട്ടുള്ള റിപ്പോർട്ട്
നാശനഷ്ടങ്ങളുടെയും പ്രത്യേകമായ ആരോഗ്യ പരിരക്ഷ വേണ്ടവരുടെ പരിക്ക് പറ്റിയവരല്ല, പരിക്ക് പറ്റാത്ത ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അത് സംബന്ധിച്ച് നാളെ അവർ പോയി നേരിട്ട് കാണുകയും നേരിട്ട് നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന റിപ്പോർട്ട് പരിശോധിച്ചിട്ടായിരിക്കും തീരുമാനം എടുക്കുന്നത്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട 2 കുട്ടികൾ, കൃഷ്ണ, ബെൻസി, കിഷോർ എന്ന 2 കുട്ടികൾ, അവരുടെ വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായും ഏറ്റെടുക്കത്തക്ക വിധത്തിൽ സ്നേഹപൂർവ്വം പദ്ധതിയിൽ അവർ 2 പേരെയും ഉൾപ്പെടുത്തും. അവരുടെ പണി തീരാത്ത വീട്, ആ വീടിൻ്റെ പണി തീർക്കാനും ആ വീടിന് വേണ്ടി എടുത്തിട്ടുള്ള ജില്ലാ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള വായ്പ ഗവൺമെൻറ് അതിൻ്റെ കുടിശ്ശിക അടച്ചു തീർക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നാളെ 2 മണിക്ക് ഓൾ പാർട്ടി യോഗം വിളിച്ചിട്ടുണ്ട്. മുഖ്യമായും തുടർന്നുള്ള വെടികെട്ട് സംബന്ധിച്ചിട്ടുള്ള അതിനെ നിയന്ത്രിക്കുന്ന സംബന്ധിച്ചിട്ടുള്ള സംവിധാനങ്ങൾ, അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എന്ത് എന്നുള്ളതിനെക്കുറിച്ചാണ് മുഖ്യമായിട്ടും നാളെ ചർച്ച ചെയ്യുന്നത്. നല്ല പ്രധാനപ്പെട്ട നയപരമായൊരു തീരുമാനം ആയതുകൊണ്ടും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമായതുകൊണ്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി ഒരു ചർച്ച നടത്തി തീരുമാനമെടുക്കുന്നതാണ് ഉചിതം എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെ 2 മണിക്ക് യോഗം കൂടുന്നത്. യോഗത്തിന് ശേഷം തീരുമാനം കോടതിയെ അറിയിക്കുന്നതുമാണ്. ഈ പ്രശ്നത്തിൽ എല്ലാവരും, ഈ ഒരു അത്യാഹിതത്തിൽ എല്ലാവരും പങ്കുചേർന്നു. എല്ലാവരോടും നന്ദിയുണ്ട്. പക്ഷെ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ചിലരെങ്കിലും ശ്രമിച്ചത് വളരെ ദുഃഖകരവും നിർഭാഗ്യകരവുമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ദുരന്തത്തിൻ്റെ പേരിൽ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല രാജിവെക്കണം എന്ന് വരെ ആവശ്യപ്പെട്ടു. എന്തിനാണ് രാജിവെക്കേണ്ടത്? ഈ പ്രസ്താവന ഇറക്കിയ ആൾ ഇതുപോലുള്ള ദുരന്തങ്ങൾ വന്നപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നിട്ട് രാജിവെച്ചു. രാജിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. കാരണം ഇതുപോലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്നത് നിർഭാഗ്യകരമാണ്, വേദനാജനകമാണ്, ഒഴിവാക്കേണ്ടതാണ്. പക്ഷേ അതുപോലൊരു ദുരന്തങ്ങൾ വരുന്ന അവസരത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ദുഃഖം അതിനെ മറികടക്കാനും അതിൽ അകപ്പെട്ടവർക്ക് ആശ്വാസം എത്തിച്ചു കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. ഗവൺമെൻറ് അതിനുവേണ്ടി മാത്രമാണ് ശ്രമിച്ചത്. ആ സമീപനം UDF പ്രതിപക്ഷത്തിരുന്നപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് അതാണ്. ഇപ്പം പിന്നെ എത്രയോ അപകടങ്ങൾ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായ സമയത്തുണ്ടായി. പുല്ലുമേട് ദുരന്തം, തേക്കടി ബോട്ടപകടം, ഇതൊക്കെ അന്നും ഒത്തിരി പ്രശ്നങ്ങളുണ്ടായത്. സുരക്ഷാ വീഴ്ച, പിന്നെ വേണ്ടത്ര കരുതൽ നടപടി എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങളാരും മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടില്ല. ഞങ്ങൾ അന്ന് ആ ദുരന്തത്തിൽ കഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയാണ്. ആ അവസരത്തിൽ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട ഒരു അവസരത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രസ്താവന ഭാഗ്യകരമായി പോയി. അത് ഒരാളുടെ പുറത്ത് ഈ ഗവൺമെന്റ് ഇത്ര ദിവസമായിട്ട് ആ റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ കേസ് രജിസ്റ്റർ ചെയ്തു, അന്വേഷണം
അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. നിരവധി ആളുകളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇതിനകത്തൊന്നും ഒരു അലംഭാവവുമില്ല. പക്ഷെ നമ്മുടെ മുഴുവൻ ശ്രദ്ധയും ആദ്യത്തെ 48 മണിക്കൂർ രക്ഷാപ്രവർത്തനങ്ങളിലും മൃതദേഹം തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് കൊടുക്കുന്ന കാര്യത്തിലും ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ ഇവർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ്. ആ സമയത്തും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ പ്രയോറിറ്റി ഏത് കാര്യത്തിനും പ്രയോറിറ്റി ഉണ്ട്. ആ പ്രയോറിറ്റി അനുസരിച്ചാണ് ഗവൺമെൻറ് പ്രവർത്തിച്ചിട്ടുള്ളത്. പിന്നെ ഇതിനുള്ള കേസും അന്വേഷണവും എല്ലാം അന്വേഷണം നടക്കുന്ന കാര്യത്തിൽ ഞാൻ കേരളത്തിൻ്റെ മുന്നിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അഭിപ്രായം പറയുന്നത് കൊല്ലം ജില്ലാ കളക്ടർ പറയുന്നത് പോലീസിന്റെ ഭാഗത്താണ് പൂർണ്ണമായ വീഴ്ച എന്നുള്ളതാണ്. ജില്ലാ ഭരണകൂട അനുമതി നിഷേധിച്ച ഒരു വെടിക്കെട്ട് നടത്താൻ പോലീസ് വഴിവിട്ട് അനുമതി കൊടുത്തു എന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. അതല്ലേ അന്വേഷിക്കുന്നത്. അന്വേഷണം നടക്കുകയല്ലേ. അന്വേഷണത്തിനിടയിൽ കയറിയ ഒരു അഭിപ്രായം പിന്നെ കളക്ടർ റിപ്പോർട്ട് തന്നത് മന്ത്രിസഭ പരിഗണിച്ചോ? പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കളക്ടറുടെ റിപ്പോർട്ട് മന്ത്രിസഭ പരിഗണിച്ചു. ഇന്നിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന മുഴുവൻ അവിടുത്തെ ആശ്വാസ പ്രവർത്തനങ്ങളും നമ്മളുടെ ചികിത്സാ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളാണ്. ഇന്നലെ ഞങ്ങൾ റിവ്യൂ നടത്തി കുറേ തീരുമാനങ്ങൾ എടുത്തിട്ടും ആ തീരുമാനങ്ങൾക്കൊക്കെ അംഗീകാരം നൽകിയിട്ടുണ്ട്. നമുക്ക് ഏത് കാര്യത്തിനും പ്രവൃത്തിയുണ്ട്. അതേ സമയത്ത് അന്വേഷണവും തുടർ നടപടികളും ഒരു വീഴ്ചയും ഇല്ലാതെ മുമ്പോട്ട്. ഇന്നിപ്പം നമ്മൾ മുഖ്യമായി ചർച്ച ചെയ്തിട്ടുള്ളത് ഈ വക കാര്യങ്ങളെക്കുറിച്ചാണ്. ഇന്നലത്തെ റിവ്യൂ മീറ്റിംഗിൽ വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ചർച്ച ചെയ്ത് തീരുമാനം എടുത്തു. ദുരന്തമുണ്ടായപ്പോൾ ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും പരസ്പരം പഴിചാരുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് ജനങ്ങൾക്കിടയിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ആവശ്യം അവിടെ ആശ്വാസം എത്തിക്കുക എന്നുള്ളതാണ്. അത് കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നടത്തും. അതേ സമയത്ത് കേസിൻ്റെ അന്വേഷണവും തുടർ നടപടികളും അതും ഇതുപോലെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും. പക്ഷേ നമ്മൾ പ്രയോറിറ്റി ഓരോന്നുണ്ട്. ആ പ്രയോറിറ്റിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ആലോചിച്ച് തീരുമാനിക്കും. അതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കും. സർക്കാരിന് ഏത് അന്വേഷണത്തിനും ഒരു വിരോധവുമില്ല. ഏതന്വേഷണത്തിനും ഒരു വിരോധവുമില്ല. പക്ഷെ ഗവൺമെന്റ് എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും തീരുമാനമെടുക്കുന്നത്. ഈ ഒരു നിലപാട് കോടതിയെ അറിയിക്കും. ഏതന്വേഷണത്തിനും ഒരു വിരോധവുമില്ല. അതിന്റെ സമയമാകുമ്പോൾ അത് വരും. നിശ്ചയം നാളെ ഒരു പാർട്ടി യോഗം വിളിച്ചു കൂട്ടിയേച്ച് ഞാൻ ഇന്ന വിധത്തിലാണ് എന്ന് പറഞ്ഞേച്ച് പിന്നെ നാളെ സമ്മേളനം വിളിച്ചു കൂട്ടേണ്ട കാര്യമില്ല. അങ്ങ് തേക്കടി കോർട്ട് രാജിന്റെ കാര്യം പറഞ്ഞു. 7 വർഷമാകുമ്പോൾ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് അങ്ങയുടെ കയ്യിലാണ് കിട്ടിയത്. ഏത് ഉദ്യോഗസ്ഥനെതിരെ നടപടി, എന്ത് നടപടി അതിലുണ്ടായത്? നടപടി അന്ന് ആദ്യം തന്നെ വന്നല്ലോ. അതെ, അത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടി അങ്ങ് സ്വീകരിച്ചിട്ടുണ്ടല്ലോ. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നവർക്കെതിരെയല്ലേ നടപടി എടുക്കാൻ? അതിന്റെ ഒരു ചെയ്തിട്ടില്ല. അതിന്റെ ഒരു ചെയ്തിട്ടില്ല. പിന്നെ ഈ റിപ്പോർട്ട് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ട് അവർക്കെതിരെ നടപടി എടുത്തിരുന്നെങ്കിൽ ഇത്തരം അപകടങ്ങൾ തുടർച്ചയാകില്ലായിരുന്നു. ഓരോ തവണ വരുമ്പോഴും ഇത്തരം അന്വേഷണങ്ങൾ 6 മാസം സമയത്തെടുത്ത് ഇതുകൊണ്ട് എന്താണ് ജീവൻ നഷ്ടപ്പെട്ടവർക്ക് പോയി വീണ്ടും ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നില്ലേ? ഇതുപോലുള്ള അപകടങ്ങൾ വളരെ നിർഭാഗ്യകരമാണ്, വേദനാജനകമാണ്. അത് ഒഴിവാക്കേണ്ടതാണ്. പക്ഷേ അതിന് അതിൻ്റെതായ നടപടികൾക്കുള്ള പരിമിതികളും നടപടികൾക്കുള്ള സമയവുമൊക്കെ ആവശ്യമായിട്ട് വരും. അത് എടുക്കും തീർച്ചയായിട്ടും. ഉദ്യോഗസ്ഥരെ സേവ് ചെയ്യുക എന്നുള്ളൊരു വികാരം ജനങ്ങൾക്കിടയിലുണ്ട്. ഇതിപ്പോ ഒരു ജില്ലാ ഭരണകൂടം പറയുന്നു അനുമതി നൽകിയിട്ടില്ല, പോലീസ് പറയുന്നു അനുമതി ഉണ്ടായിരുന്നു. ഇതിലിപ്പോ ആരാണ് ഇതിനകത്ത്
ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോട് ഗവൺമെൻറ്റിന് യോജിപ്പില്ല. പക്ഷേ കുറ്റക്കാരായിട്ടുള്ള ഒരാളും രക്ഷപ്പെടത്തില്ല. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ രാഷ്ട്രീയ വെടിക്കെട്ട് ചുമത്തിയുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ട്. അത് വന്നതിന് ശേഷം തൃശ്ശൂർ പൂരത്തിന്റെ ചടങ്ങുകൾ മാത്രമായി ഒതുക്കേണ്ടി വരുമെന്നാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഉന്നത തലങ്ങളിൽ നിന്നുള്ള ഇടപെടൽ അതിൽ വേണം എന്നും പറയുന്നു. സർക്കാർ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഇടപെടൽ നടത്താൻ ഉദ്ദേശിക്കുന്നു? വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പേരിൽ ഇതൊക്കെ വേണം എന്ന ശക്തിയായിട്ടുള്ളൊരു അഭിപ്രായം ഒരു വശത്തുണ്ട്. അതുപോലെ തന്നെ ഇതുപോലുള്ള അപകടങ്ങൾ വരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നുള്ള ശക്തമായ വികാരം അത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനും മധ്യേ ഉള്ള കാര്യങ്ങളാണ് നമുക്ക് തീരുമാനമെത്തേണ്ടത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് നാളെ പ്രതിപക്ഷ കക്ഷി നേതാക്കളെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കൂടി സ്വീകരിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നതാണ്. ദുരന്തം സംബന്ധിച്ച് ഹൈക്കോടതിയിൽ സർക്കാർ നാളെ നിലപാട് അറിയിക്കും എന്ന് മുഖ്യമന്ത്രി. കളക്ടറുടെ റിപ്പോർട്ടിലെ മെറിറ്റും കളക്ടറും തമ്മിലുള്ള കോൺഫ്ലിക്റ്റും ഒന്നും തന്നെ ഈ ഘട്ടത്തിൽ ചർച്ചയായി എടുക്കുന്നില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പം ആഭ്യന്തരമന്ത്രി രാജിവെക്കേണ്ട കാര്യമില്ല എന്നും മന്ത്രിസഭാ ഉപസമിതി നാളെ സന്ദർശിക്കുമെന്നുമുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രി മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. മുഖ്യമന്ത്രിയിലേക്ക് അതിനേക്കാൾ കൂടുതലാണ് മിസ്സിംഗ് ആയിട്ടുള്ള ആളുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഈ വലിയ ചൂടത്ത് ഇതായി നമ്മുടെ ഒരു മനുഷ്യരൂപം പോലും ഇല്ലാത്ത വിധത്തിലാകും എന്ന ഒരു അഭിപ്രായമുണ്ട്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്നും സംശയിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ നോക്കണം. ഈ ക്ഷേത്ര പരിസരത്തുള്ള ആ മേഖലയിൽ കിണറുകളെല്ലാം പൊല്യൂട്ടഡാണ്. അപ്പൊ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ കുടിവെള്ളം അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിന് എന്തെങ്കിലും നടപടി? അതിനാണ് മന്ത്രിമാർ നേരിട്ട് സ്ഥലത്ത് പോയി അവിടുത്തെ സമീപവാസികളെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഓൺ ദി സ്പോട്ട് തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് അവർ പോകുന്നത്. അപ്പോൾ അവിടെ പല പ്രശ്നങ്ങളാണ്. നമ്മൾ ഇതുവരെ പുറത്തു വരാത്ത പല പ്രശ്നങ്ങളുമാണ് ഇപ്പോൾ വരുന്നത്. പിന്നെ കിണറിലെ വെള്ളത്തിൻ്റെ കൊണ്ട് അവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, പരിക്കുകളല്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് എന്ന് തന്നെ കൊടുക്കാം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിൽ ഹൈക്കോടതിയിൽ നാളെ സർക്കാർ നിലപാടറിയിക്കും. ഒപ്പം കളക്ടറുടെ റിപ്പോർട്ട് സംബന്ധിച്ചും കമ്മീഷണറുടെ എതിർവാദങ്ങളും അടക്കമുള്ളവ ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നില്ല. ആഭ്യന്തരമന്ത്രി രാജിവെക്കേണ്ട കാര്യമില്ല. നാളെ മന്ത്രിസഭാ ഉപസമിതി അവിടെ സന്ദർശിക്കും, പരവൂരിൽ സന്ദർശിക്കും എന്നൊക്കെയാണ് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്.